അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിന്റെ ഭാഗം തന്നെ. അദ്ദേഹം ഉറച്ചു നിൽക്കും. LDF അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടത്തുന്നെന്ന റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നതാണ്. രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം നമ്മോട് സംസാരിച്ചു. ലീഗിൽ വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ 24നോട് വ്യക്തമാക്കിയിരുന്നു. ആ പ്രതികരണത്തിലേക്കാണ് ഇനി. കേരള രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്തത് ഒരു പ്രധാനപ്പെട്ട പേര്, അത് അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA പേരാണ്. ഇന്നത്തെ ഒരു വിവാദങ്ങളുടെ ദിവസമായ ആ ദിവസത്തിന് ശേഷം അബ്ദുറഹ്മാൻ രണ്ടത്താണി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. അങ്ങ് സാധാരണ എപ്പോഴും വളരെ പ്ലസൻ്റായി കാണുന്ന ഒരാളാണ്, എപ്പോഴും ചിരിച്ച് ആൾക്കാരോട് ഇടപെടുന്ന ഒരാളാണ്. ഇന്ന് അങ്ങയുടെ മുഖത്തൊരു വിഷാദമാണ്. അത്രമേൽ വേദനിക്കുകയാണ്. വിഷാദത്തിൻ്റെ വിഷയമൊന്നുമില്ല. ഞാനെപ്പോഴും ഈ പൊതുരംഗത്ത് ഒരു നേരിൻ്റെ വഴി കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. ആ പരിശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും. ഇക്കുറി സ്ഥാനാർത്ഥി പട്ടിക വന്ന സമയത്ത് മുമ്പ് ലീഗ് ഒരു സെമി കേഡർ പാർട്ടി പോലെയാണ്. പലപ്പോഴും ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് എന്നൊരു തീരുമാനം വന്നാൽ ചോദ്യം വരാറില്ല. വനിതകൾ പോലും പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. നൂർബീന റഷീദ് പോലും പ്രതിഷേധിക്കുന്നു. കാരണം എന്താ, വനിതാ ലീഗിൻ്റെ പ്രവർത്തകരെ ഒഴിവാക്കി മറ്റ് ചില താല്പര്യങ്ങളുടെ പേരിൽ ആൾക്കാർ വരുന്നു എന്ന് പറയും. പൊതുവിൽ ഈ പ്രാവശ്യം പട്ടിക ഒരു സന്തോഷവും ആവേശവും അല്ലല്ലോ തന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുതിയ ജനറേഷൻ്റെ ഒരു സവിശേഷത, അവർ കാര്യങ്ങൾ പഠിക്കും. അധികാര രാഷ്ട്രീയം, പാർലമെൻ്ററി വ്യാമോഹം എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. അത് സ്വാഭാവികമാണ്. അതിനെ നേതൃനിരയിൽ വരുന്ന ഏതൊരാളും അധികാര രാഷ്ട്രീയത്തിൻ്റെ പങ്കാളിയാകാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വനിതകളാണെങ്കിലും മറ്റാരാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അവരുടെ വിയോജിപ്പുണ്ടാക്കും. ആ വിയോജിപ്പുകൾ ജനാധിപത്യ രീതിയിൽ അവർ പ്രകടിപ്പിക്കുമ്പോൾ അതെവിടെയോ ഒരു വലിയ അപകടകരമായ നീക്കം നടക്കുന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അപ്പോൾ അവർ പറഞ്ഞ കൃത്യമായ കാര്യങ്ങളാണ്. അല്ല, അത് അവർ പറയുന്നതിൽ കൃത്യതയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അതാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ ചുമതല. അത് നിർവഹിക്കപ്പെടണം എന്നതാണ്. എന്തായാലും ഈ സമയത്തും നമ്മളോട് മനസ്സ് തുറന്ന് പറഞ്ഞതിന് നന്ദി. അബ്ദുറഹ്മാൻ രണ്ടത്താണി തെളിമയോടെ സഭയിലും സഭയ്ക്ക് പുറത്തും സംസാരിക്കുന്ന ആളാണ്. ഇപ്പോഴും പറയുകയാണ്, സമയമെടുത്ത് കാര്യങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കുമെന്ന്. ക്യാമറമാൻ അനൂപ് നായർക്കൊപ്പം രണ്ടത്താണിയുടെ വസതിയിൽ നിന്നും ദീപക് ധർമ്മം, 24. ഗൂഗിൾ കെ വേണുഗോപാൽ തുടരുന്നുണ്ട്. ഗൂഗിൾ, ഇന്ന് പുറത്തു വന്ന ചില സൂചനകൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി UDFന് പുറത്തേക്ക്, ലീഗിന് പുറത്തേക്ക് പോകുമോ എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷേ ഈ രാത്രി വൈകി ആ ചോദ്യത്തിന് ഉത്തരമാവുകയാണ്. അദ്ദേഹം പാണക്കാടെത്തി കൂടിക്കാഴ്ച നടത്തുന്നു. അദ്ദേഹം ലീഗിന്റെ ഭാഗമായി തന്നെ തുടരുമെന്ന് വ്യക്തമാക്കുകയാണല്ലോ. ഇനിയും ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു പ്രതികരണം നേരത്തെ നമ്മളോട് നടത്തിയതാണ്. കാരണം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് നമ്മോട് പറഞ്ഞിരുന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പാണക്കാട്ട് തറവാട്ടിലെത്തിയുള്ള കൂടിക്കാഴ്ച. ഒരു പരസ്യ നിലപാട് പ്രഖ്യാപനം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി ഉണ്ടാകുമോ ഗോകുൽ? തീർച്ചയായും അത്തരത്തിലൊരു പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രതികരണം തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണവും നമ്മൾ തേടുന്നുണ്ട്. രാവിലെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി മുസ്ലിം ലീഗിൽ ഉടലെടുത്തതിനു ശേഷം, അതായത് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, PMA സമീറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ്, അത് PK കുഞ്ഞാലിക്കുട്ടിക്ക് പരോക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന സമയത്ത് തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. അന്നേരം സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതൃപ്തി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ചോദിച്ച് കേട്ട് മനസ്സിലാകും. ആരും പാർട്ടിക്ക് പുറത്ത് പോകില്ല എന്നായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. പിന്നീട് നമ്മൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി സംസാരിച്ച സമയത്തും അദ്ദേഹത്തെ നേരിട്ട് കണ്ട സമയത്തും അദ്ദേഹം നമ്മോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്താണ് തങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടില്ലേ? എന്നെ മാറ്റി നിർത്തില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു ഉറപ്പ് തനിക്കുണ്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. പിന്നീട് അങ്ങോട്ടേക്ക് പ്രാദേശിക നേതാക്കളൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളാരും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ കൂടിയും അനുനയ നീക്കങ്ങളുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഒരു 24 മണിക്കൂർ നീണ്ട ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്. ആദ്യം ഇന്നലെ രാത്രിയായിരുന്നു, ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരുടെ അകക്കാം പറയാൻ സാധിക്കുന്ന നേതാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സാദിഖ് അലി തങ്ങളെ തന്നെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ആ കുറിപ്പ്. പിന്നീട് അദ്ദേഹം അത്
ഡിലീറ്റ് ആക്കിയെങ്കിലും ഇന്ന് പുലർച്ചെ മറ്റൊരു കുറിപ്പുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തിരൂരങ്ങാടിയിൽ PMA സമീർ എന്ന് പറയുന്ന ചന്ദ്രികയുടെ ഫിനാൻസ് ഡയറക്ടർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് മറ്റെന്തോ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിനു പിന്നിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് പ്രവർത്തിച്ചത് എന്ന് പരോക്ഷമായി തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അത്തരമൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയത്, സാദിഖ് അലി തങ്ങളെ അങ്ങനെയാണ് എത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു. അത് ഡിലീറ്റ് ആക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിനെ ചൊല്ലിയിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഈ രാത്രിയാകുന്ന സമയത്ത് അവസാനിക്കുകയാണ്. ഇതിനെ ചുറ്റിപ്പറ്റി കേരള രാഷ്ട്രീയം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. CPM-ന്റെ പെട്ടെന്നുള്ള അടിയന്തരമായിട്ടുള്ള സെക്രട്ടേറിയറ്റ്, ജില്ലാ സെക്രട്ടേറിയറ്റ് പോലും മലപ്പുറത്ത് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.